Welcome to our new video. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെബ് ടെക്നോളജീസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എന്താണെന്നുള്ളതും വെബ് പേജ് എന്താണെന്നുള്ളതും അതിന് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്നുള്ളതും വിവിധ തരത്തിലുള്ള വെബ് കമ്മ്യൂണിക്കേഷൻസ് ഏതാണെന്നുള്ളതും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു വെബ് പേജ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? HTML ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. HTML ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് വിചാരിക്കുന്നു. അതായത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നമ്മൾ ഇനി കൂടുതലായിട്ട് അതിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വെബ്സൈറ്റ് എന്താന്ന് പറഞ്ഞു? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലയന്റ് സൈഡ് ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനും സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനും. അപ്പൊ നമ്മൾ ക്ലയന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു? നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ എന്നുള്ളത് ആലോചിക്കുക. അപ്പൊ ആ ബ്രൗസറിൽ നിന്നുള്ള റിക്വസ്റ്റ് പോകലും അവിടുന്ന് സെർവർ അത് റെസ്പോണ്ട് ചെയ്യുന്നതും ആ ഒരു സെൻഡിങ് ആൻഡ് റിസീവിങ് പ്രൊസീജിയർ. പിന്നെ സെർവർ ടു സെർവർ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വെബ് പേജ് രണ്ട് തരത്തിലുണ്ട് പറഞ്ഞു. സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? HTML ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ HTML പ്ലസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. HTMLന്റെ കൂടെ HTML ലാംഗ്വേജിന്റെ കൂടെ എന്തും കൂടി ഉപയോഗിച്ചിട്ടുണ്ടാവും? ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലൂടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഡൈനാമിക് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാം കോഡ്സുകൾ നമ്മുടെ ആ വെബ് പേജിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലുള്ള അതിന്റെ പർപ്പസ്. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് രണ്ട് തരത്തിൽ പറഞ്ഞു. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഈ ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, PHP, പിന്നെ ഒരു രണ്ട് ടെക്നോളജീസ് പറയുന്നുണ്ട്, ASP ആൻഡ് JSP എന്ന് പറയുന്നത്. ASPയും JSPയും. അതിൽ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കേണ്ടത്. ഇതൊരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് ആണ് ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിന് മെയിൻ ആയിട്ട് എന്തിനാ ഉപയോഗിക്കാന്നുള്ളത് അല്ലെ? വാലിഡേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ തരത്തിലുള്ള അനിമേഷൻ പർപ്പസ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും എന്ത് ഉപയോഗിക്കുന്നത്? ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പോ ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് പറയുന്നത് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ട് കണക്കാക്കുക. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത ഒരാള് ജസ്റ്റ് കൂടുതൽ പറഞ്ഞു പോകാന്നുള്ളതാണ്. ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ബ്രണ്ടൻ ലിച്ച് എന്ന് പറയുന്ന ഒരാള്. നമുക്ക് ഏതെങ്കിലും ഒരു IDE, അതായത് ഇപ്പൊ ജീനി IDE അല്ലെങ്കിൽ നോട്ട് പാഡ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാവാസ്ക്രിപ്റ്റുകൾ എഴുതി ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് മാത്രമായിട്ടൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള അത് നമ്മൾ പഠിക്കണുണ്ട്. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട് ആ ലാംഗ്വേജ്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെ ലാംഗ്വേജ് നമ്മളിപ്പോ C++ പഠിച്ചില്ലേ? C++ പഠിച്ചതുപോലെ തന്നെ ഏകദേശം അതിനോട് സെയിം ആണ് ഈ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വരുന്നത്. അതായത് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൽ ഉപയോഗിക്കുന്ന കീവേഡ്സുകളും മറ്റേ എന്താ പറയാ ഡാറ്റ ടൈപ്സും അല്ലെങ്കിൽ ഏകദേശം സെയിം ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലൊരു അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ HTML ടാഗുകളുടെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഉൾപ്പെടുത്താം ഒറ്റ ഫയലായിട്ട് തന്നെ, HTML പ്ലസ് ജാവാസ്ക്രിപ്റ്റ്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജാവാസ്ക്രിപ്റ്റ് മാത്രമായിട്ട് ഒരു ഫയൽ ഉണ്ടാക്കാം. എന്നിട്ട് ആ ഫയലിനെ ഈ HTML ഫയലിലേക്ക് ലിങ്ക് ചെയ്യുക. എങ്ങനെയാന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ജാവാസ്ക്രിപ്റ്റ് മാത്രമായിട്ട് ഫയൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് .js എന്ന് പറയുന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് സേവ് ചെയ്യുന്നത്.
.js എന്ന് പറയുന്നത്. അത് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം എന്നുള്ള ആലോചിച്ചാൽ JS എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നുള്ള ലെവലിലാണ് ഇത് അത്രയും പോപ്പുലർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അജാക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചിട്ടാണ്. അജാക്സ് എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് XML എന്ന് പറയും. XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ടാഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ലാംഗ്വേജ് ആണ് XML എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അത്രയും മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഈ അജാക്സ് വർക്ക് ചെയ്യുന്നുള്ളത് വളരെ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങളുടെ റിസൾട്ട് +1 റിസൾട്ട് വന്നു, ഓരോരുത്തരും അവരുടെ അതിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്തു, ചെക്ക് ചെയ്തു, കിട്ടി. അപ്പോൾ ഓരോ തവണ നമ്മൾ പുതിയ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോഴും വെബ്സൈറ്റ് ഒക്കെ സെയിം ആണ് അല്ലെ, ആ വെബ്സൈറ്റിൽ കയറി അതിനുശേഷം ആ പേജ് വന്നു, രജിസ്റ്റർ നമ്പർ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാവും, അവിടെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ രജിസ്റ്റർ നമ്പറിനനുസരിച്ചുള്ള പേജുകൾ ഇങ്ങനെ വരികയാണ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ 10,000 വിദ്യാർത്ഥികളുടെ റിസൾട്ട് കാണിക്കാൻ 10,000 അല്ലെങ്കിൽ 10,000 ഡിഫറെന്റ് വെബ് പേജസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അതിന് പകരം അതിന് എന്താ ചെയ്തിരിക്കുന്നത്, ഓരോ രജിസ്റ്റർ നമ്പറിനും അനുസരിച്ചിട്ടുള്ള ഡാറ്റ എന്താണ്, അപ്പൊ മാർക്ക് ലിസ്റ്റ് റിലേറ്റഡ് ഇന്ന രജിസ്റ്റർ നമ്പറിനനുസരിച്ചുള്ള മാർക്ക് ലിസ്റ്റ് അറിയാം. അത്തരം ഡാറ്റകൾ ഡാറ്റാബേസുമായി ഇന്ററാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി അവിടെ പേജ് എന്ത് ചെയ്യണില്ല, റീലോഡ് ചെയ്യണില്ല, അതിന്റെ കണ്ടന്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് അജാക്സ് എന്ന് പറയുന്ന ടെക്നോളജി. ഇടയ്ക്ക് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അജാക്സ് എന്താന്നുള്ളത് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് VB സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. VB സ്ക്രിപ്റ്റും നമ്മൾ പറയുമ്പോൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. VB സ്ക്രിപ്റ്റ് ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. VB സ്ക്രിപ്റ്റും ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. എവിടെ ഇത് ആദ്യം പറയേണ്ടത് വെച്ചാൽ ഇത് മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുത്തുന്നത് അവരുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബ്രൗസർ ഉണ്ടല്ലോ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എല്ലാവർക്കും അറിയണം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ആ ഇന്റർനെറ്റ് എക്സ്പ്ലോററിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതാണ് ഇതിന്റെ ലിമിറ്റേഷൻ. എല്ലാ ബ്രൗസേഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോ VB സ്ക്രിപ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വെബ് പേജ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്ലയന്റ് ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലയന്റ് ഉപയോഗിക്കുന്ന ബ്രൗസർ മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ അത് ചിലപ്പോൾ കറക്റ്റ് വർക്ക് ചെയ്തോളണം എന്നില്ല എന്നർത്ഥം. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എവിടെയെന്ന് വെച്ചാല് മൈക്രോസോഫ്റ്റിന്റെ തന്നെ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന് പറഞ്ഞ പേര് മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ IIS എന്ന് പറയും. അതിലാണ് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് സെർവർ സൈഡിൽ ഈ പറഞ്ഞ VB സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇതാണ് VB സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. PHP എന്ന് പറയുന്നത് അത് പറയേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഇത് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. അപ്പൊ PHP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. ഇതൊരു ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കണക്കാക്കേണ്ടത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അത് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ HTML പ്ലസ് ഏത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആണെന്ന് അത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്ക്രിപ്റ്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രിപ്റ്റ്സ് പറഞ്ഞാൽ എന്താ, പ്രോഗ്രാം കോഡ്സ് അല്ലെ, ചെറിയ പ്രോഗ്രാം കോഡുകൾ. അപ്പൊ പ്രോഗ്രാം കോഡുകൾ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയതായിരിക്കണം. അപ്പൊ അത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഈ 1 by 1 ആയിട്ട് പറഞ്ഞത്. ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും നമ്മൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളായിട്ട് കണക്കാക്കി. PHP നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക? സെർവർ സൈഡിൽ. അപ്പൊ സെർവർ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട്
അതിനൊരു ഔട്ട്പുട്ടാണ് നമ്മുടെ ഏതിലേക്ക് നൽകുന്നത്, ക്ലയന്റിലേക്ക് അല്ലെങ്കിൽ ബ്രൗസറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ഒരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുക, ആ വെബ് പേജ് PHP ബേസ്ഡ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വെബ് സെർവറിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവണം ആ വെബ് സെർവറിൽ. അതൊക്കെ ഉണ്ടാവും, ഉണ്ടായാലേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. വർക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് നമ്മളുടെ ക്ലയന്റിലേക്ക് എന്ത് ചെയ്യുന്നത്, തിരിച്ച് ലഭിക്കുന്നത് എന്നർത്ഥം. ഒരു PHP ഉൾപ്പെടുത്തിയിട്ടുള്ള ഫയല് നമ്മൾ .php എന്ന് പറയുന്ന ഫയൽ എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സേവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ, ഫയൽ എക്സ്റ്റൻഷന് .php എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ പറഞ്ഞു PHP കോഡ് നമ്മുടെ HTML കോഡിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം നമ്മളത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് ആണ് നമുക്ക് ലഭിക്കാന്ന് പറഞ്ഞു. കൂടുതലായിട്ടും ഇത് ഡാറ്റാബേസ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അത്തരം ആപ്ലിക്കേഷൻസിനാണ് കൂടുതലായിട്ടും PHP എന്ന് പറയുന്ന ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ ടെക്നോളജിയാണ്, നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നല്ല പറയുന്നത്, വേറെ ടെക്നോളജിയാണ് ASP-യും JSP-യും. അപ്പൊ ASP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ASP എന്ന് പറഞ്ഞ ഫുൾ നെയിം പറയുന്നത് ആക്റ്റീവ് സെർവർ പേജസ് എന്നാണ്. ആക്റ്റീവ് സെർവർ പേജസ്. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ആക്റ്റീവ് സെർവർ പേജസ് ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയറോൺമെന്റ് തന്നെയാണ്. ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയറോൺമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ASP എന്ന് പറഞ്ഞ ടെക്നോളജിയോട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക, ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ HTML പ്ലസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നിടത്ത് നമുക്ക് VB സ്ക്രിപ്റ്റും ആകാം അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റും ആകാം. ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നർത്ഥം. ഈ ഫയൽ സേവ് ചെയ്യുന്നത് .ASP നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് സെർവർ പേജിന്റെ ഷോർട്ട് ഫോം. .ASP എന്നുള്ളൊരു ഫയൽ എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് ഇത് സേവ് ചെയ്യുന്നത്. പിന്നെ ഈ ഫയൽസുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വെബ് സെർവർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ IIS ആണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ASP എന്ന് പറയുന്ന ടെക്നോളജി ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയറോൺമെന്റ് നൽകുന്നു എന്നുള്ളതും, പിന്നെ അതോടൊപ്പം തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും. പിന്നെ മനസ്സിലാക്കേണ്ടത് ASP-യില് HTML പ്ലസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നുള്ളത് VB സ്ക്രിപ്റ്റ് ആവാം അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റും ഏതും ആകാം എന്നുള്ളത് മനസ്സിലാക്കുക. വേറൊന്നാണ് ജാവ സെർവർ പേജസ് എന്ന് പറയുന്നത്. ASP-നെ പോലെ തന്നെ വേറൊരു ടെക്നോളജിയാണ് ജാവ സെർവർ പേജസ്. ഈ ടെക്നോളജി എന്താ, ഇറ്റ്സ് എ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് വേ ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് കണ്ടന്റ്. ഇറ്റ്സ് എ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് വേ ടു ക്രിയേറ്റിംഗ് ഡൈനാമിക് കണ്ടന്റ്. നമുക്ക് മറ്റേ ASP പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞത്, HTML പ്ലസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞോടത്ത് നമുക്ക് VB സ്ക്രിപ്റ്റും ആകാം അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റും ആകാം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് JSP ജാവ സെർവർ പേജസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ പേരിൽ തന്നെ ജാവ എന്നുള്ളത് അല്ലെ. അപ്പൊ ഇത്ര മനസ്സിലാക്കുന്നുള്ളൂ. HTML പ്ലസ് ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ ആ ഡൈനാമിക് കണ്ടന്റ്സ്, ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഡൈനാമിക് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം കോഡുകൾ നൽകുന്നത് ഏത് ലാംഗ്വേജിലാണ്, ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അർത്ഥം. അപ്പൊ HTML കൂടെ എന്താ നൽകുന്നത്, ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് സേവ് ചെയ്യുമ്പോൾ, ഫയൽ സേവ് ചെയ്യുമ്പോൾ .jsp എന്ന് പറയുന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് സേവ് ചെയ്യുന്നത്. .jsp എന്ന് പറയുന്നത്. ഈ JSP റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാഷെ ടോംകാറ്റ് എന്ന് പറയുന്ന വെബ് സെർവർ ആണ് ആവശ്യമായിട്ട് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, അതൊന്നും വേറെ ചോദിച്ചോളണമെന്നില്ല. അപ്പാഷെ ടോംകാറ്റ് എന്ന് പറയുന്ന വെബ് സെർവർ ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞു. ജാവ സ്ക്രിപ്റ്റ് പറഞ്ഞു, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളിൽ ജാവ സ്ക്രിപ്റ്റ് പറഞ്ഞു, പിന്നെ അതേപോലെ VB സ്ക്രിപ്റ്റ് പറഞ്ഞു, PHP പറഞ്ഞു, ASP പറഞ്ഞു, JSP പറഞ്ഞു. ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയണേ, ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ട് കണക്കാക്കുക.
പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു വാലിഡേഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ, അതിന് വേണ്ടി ചെറിയ ആനിമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ VB സ്ക്രിപ്റ്റ് പറഞ്ഞു. VB സ്ക്രിപ്റ്റും മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ട് കണക്കാക്കുന്നു. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ നമ്മൾ പറഞ്ഞു, എല്ലാ ബ്രൗസേഴ്സും അത് സപ്പോർട്ട് ചെയ്യില്ല. മൈക്രോസോഫ്റ്റിന്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് അത് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് അത്ര പോപ്പുലർ അല്ല. എല്ലാ ഇതും സപ്പോർട്ട് ചെയ്യാത്തത് കാരണം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാം. VB സ്ക്രിപ്റ്റിന്റെ ലിമിറ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ VB സ്ക്രിപ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല, അതിന് കാരണം എന്താണെന്നുള്ളത് ചോദിക്കാം. പിന്നെ PHP പറഞ്ഞു, അതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ASP ആണ്. ASPയും JSPയും ടെക്നോളജീസ് എന്നുള്ളതാണ്, ഒരു സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെന്റ് നൽകുക എന്നുള്ളതാണ്. അപ്പോ ASP നിങ്ങൾ മനസ്സിലാക്കേണ്ടത് HTML പ്ലസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നുള്ളതും, JSP മനസ്സിലാക്കേണ്ടത് HTML പ്ലസ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളതും ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദീസ് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് CSS എന്ന് പറയുന്നത്, CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളതാണ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഈ CSS എന്ന് പറയുമ്പോൾ ഇത് 2 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. CSS എന്ന് പറയുമ്പോൾ ഇസ് എ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് എന്നുള്ളതാണ്. സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് നേരെ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ് പേജിൽ പലതരത്തിലുള്ള എഴുത്തുകൾ ഉണ്ടാവാം അല്ലെ. ചിലപ്പോൾ ടേബിളുകൾ ഉണ്ടാവാം, ചിലപ്പോൾ ഫോമുകൾ ഉണ്ടാവാം, ചിലപ്പോൾ ലിസ്റ്റുകൾ ഉണ്ടാവാം. ഇപ്പൊ എഴുത്തുകൾ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ പല പല രീതിയിലുള്ള അക്ഷരങ്ങളുണ്ട്, പല സ്റ്റൈലുകളിലുള്ളത്, പല സ്റ്റൈലുകൾ. അതിനെ പല കളേഴ്സ് നമുക്ക് കൊടുക്കാം. ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ ആ ടേബിൾ റോ വൈസ് ആൻഡ് കോളം വൈസ് ആയിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടേബിളിന് ബോർഡർ ഉണ്ടാവും അല്ലെ. ആ ബോർഡറിന് കളർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ നമുക്ക് വെബ് പേജുകൾ നമ്മൾ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോ ഒന്നുമില്ലെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇനി പഠിക്കാൻ പോകുന്നത് HTML എന്താണെന്നുള്ളതും അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളതും, അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള HTML ടാഗുകളും ഈ പറഞ്ഞ രീതിയിൽ ഓരോ ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളും, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ വ്യത്യസ്ത കളേഴ്സിൽ എങ്ങനെ ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിന്റെ സ്റ്റൈൽ എങ്ങനെ തീരുമാനിക്കാം, പിന്നെ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ടേബിളിന്റെ ബോർഡറിന്റെ തിക്നെസ് എത്ര കൂട്ടാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു കോമൺ ആയിട്ട് ഒരു സ്റ്റൈൽ കൊടുക്കണം എന്ന് വിചാരിക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജുകൾക്ക് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റൈൽ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് CSS എന്ന് പറയുന്നത്. അതായത് HTML ഡോക്യുമെന്റിന്റെ ഫോർമാറ്റ് ഹൗ ടു ഡിസ്പ്ലേ എന്നുള്ളത്, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെ ആളുകൾക്ക് അത് കാണണം, എങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ അതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഫോർമാറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് CSS എന്നുള്ളത് മനസ്സിലാക്കുക. CSS നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതിലൊരു ഗുണം എന്തായിരിക്കും, ഒരു 100 വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 100 വെബ് പേജുകൾക്കും അതിൻ്റെതായ രീതിയിലുള്ള സ്റ്റൈലുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ വെബ് പേജിലും അതിൻ്റെതായ കാര്യങ്ങൾ അല്ലെ, അതിൻ്റെതായ ഫോർമാറ്റുകൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കണം. നേരെ മറിച്ച് ഇതിന് കോമൺ ആയിട്ടൊരു CSS ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ CSS ഫയലിനെ ഓരോ വെബ് പേജുകളിലേക്കും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ CSS ഫയലിൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ചേഞ്ച് വരുത്തിയാൽ മതി. അപ്പൊ അത് എല്ലാ വെബ് പേജുകളിലേക്കും അത് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കോഡിന്റെ ലെങ്ത് എന്ത് ചെയ്യാൻ സാധിക്കും, കുറക്കാൻ സാധിക്കും എന്നർത്ഥം. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഇതിനൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ പറഞ്ഞത്. CSSന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്. നമുക്ക് പല രീതിയിൽ CSS ഫയൽ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഒന്ന് ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്, CSS സ്റ്റൈൽ ഈസ് അപ്ലൈഡ് ടു ഈച്ച് ടാഗ് സെപ്പറേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് 100 വെബ് പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 വെബ് പേജിലും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും സ്റ്റൈൽ കൊടുക്കുക എന്നുള്ളത്. പിന്നെ എന്ന് പറയുന്നത് എംബഡഡ് CSS കോഡ് ആർ പ്ലേസ്ഡ് വിത്തിൻ ഹെഡ് പാർട്ട്.
ഒരു വെബ് പേജ് ഉണ്ടെങ്കിൽ ആ വെബ് പേജിന്റെ ഹെഡ് പാർട്ടിൽ നമ്മൾ നെക്സ്റ്റ് ആണ് പഠിക്കണം ബേസിക് സ്ട്രക്ചർ ഓഫ് HTML പേജ് എന്നുള്ളത്. അപ്പോൾ HTML പേജിന്റെ ബേസിക് സ്ട്രക്ചർ അല്ലെ, ആദ്യം തന്നെ HTML തുടങ്ങും, പിന്നെ അല്ലെ ഹെഡ്, ടൈറ്റിൽ, പിന്നെ ബോഡി പാർട്ട്, അങ്ങനെ പല പാർട്ടുകളുണ്ട്. അപ്പൊ ഒന്നുമില്ല ഹെഡ് പാർട്ടിൽ CSS ഫയൽ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ CSS അതിന്റെ സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളത്, വെബ് പേജിന്റെ സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ ഫയൽ ആയിട്ട് മാറ്റി നിർത്താം. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ .css നമ്മൾ സേവ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ വെബ് പേജുകളിലേക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് വേറെ. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3 രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇതാണ് CSS കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മളിപ്പോ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ നോട്ടില് കൃത്യമായിട്ട് ആൻസർ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതിയതിനു ശേഷം എനിക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ ഇതിന്റെ ആൻസറും കൂടി ഉണ്ടായിരിക്കണം എന്നർത്ഥം. നമ്മളിപ്പോ ഓൾറെഡി ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് വീഡിയോയിൽ. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അപ്പൊ ഞാൻ പറഞ്ഞു തരും ചെയ്യാം.